2020, where it all began. It all started with a conversation. Just two friends with one big dream. Every challenge made us stronger. Every client became part of our journey, built on trust, powered by teamwork. This is our story. ഹലോ നമസ്കാരം, മല്ലു റിയൽറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വേറെ ആരുമല്ല, മൈ മെൻറ്റർ, മൈ പാർട്ട്ണർ, JP ഗ്രൂപ്പിലെ പ്രിയൻ ജേക്കബ്. വെൽക്കം ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ചാനൽ. പക്ഷെ അത് പറയുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ മെന്റോർ ഈ പല വേദികൾ പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എന്താ മെന്റോർ ചെയ്തത്, എപ്പോഴാണ് മെന്റോർ ചെയ്തത്, അതൊന്ന് വ്യക്തമാക്കാമോ? മെൻറ്റർ ചെയ്തതെന്ന് പറഞ്ഞാൽ ബ്രോയ്ക്ക, ഞാൻ ടെന്നസിന്ന് ഹ്യൂസ്റ്റണിലോട്ട് 2017 മൂവ് ചെയ്ത് ബ്രോയ്ക്കറിയില്ല, നേഴ്സിംഗ് എല്ലാം വിട്ടിട്ട് റിയൽ എസ്റ്റേറ്റിലോട്ട് വന്നപ്പോഴത്തേന് ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ന്യൂ ഫീൽഡ്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല, ജസ്റ്റ് ബ്ലാങ്ക്. ജസ്റ്റ് എക്സാം എടുത്തു. ആദ്യമായിട്ട് ഞാൻ MIH വരുന്നു, സ്റ്റാൻലി സാറിൻ്റെ അടുത്ത് വരുന്നു. അപ്പം സ്റ്റാൻലി സാറിൻ്റെ അടുത്ത് ഞാനെല്ലാം സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാൻലി സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ജോബിനെ പറ്റിയ ഒരാളുണ്ട്, ഒരു ഫയർ. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേനും ഒരാളിങ്ങനെ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, ഫോൺ വിളിക്കുന്നു, താത്ത് വെക്കുന്നതിന് മുമ്പ് അടുത്ത കോൾ വരുന്നു. പറയാം. അപ്പം ഫോൺ താത്ത് വെക്കാൻ സമയമില്ലാത്ത പോലെ ബിസിയുള്ള ഒരാൾ. അപ്പോഴത്തേനും സ്റ്റാൻലി സാർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ജോബിന് ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്റ്റാർ പ്രിയൻ ജേക്കബ്. പ്രിയൻ ജേക്കബ് ആണ് മെന്റർ ചെയ്യാൻ പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞതേ കുളിര് വന്നു. അതല്ല, ഇതേപോലൊന്നും അല്ല, ചിരിക്കത്തില്ല, ഭയങ്കര ഗൗരവത്തില്. പക്ഷെ ആ ഒരു സ്റ്റാർട്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. കാരണം ഒന്നും അറിയാതെ വന്ന നമ്മുടെ ഒരു ടേക്ക് ഓഫ് ഭയങ്കരമായിരുന്നു. പിന്നെ നമ്മുടെ ആ ഒരു ബോണ്ടും ഭയങ്കരമായിരുന്നു ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ. കാരണം ഒന്നും അറിയാതെ എൻ്റെ ആദ്യത്തെ ട്രാൻസാക്ഷൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് ബ്രോ എൻ്റെ കൂടെ വന്ന് എങ്ങനെ ആക്ച്വലി യു ടീച്ച് മീ ഹൗ ടു ടോക്ക് ടു എ സെയിൽസ് പേഴ്സൺ. എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, ആ ഒരു ബേസ് ശരിക്കും പറഞ്ഞാൽ ബ്രോയ്ക്ക് കാര്യത്തിൽ ഭയങ്കര ആ ഒരു സ്റ്റാർട്ട് ഇവിടെ വരെ എത്തിച്ചു. ആ ഒരു സ്റ്റാർട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ MIH സ്റ്റാർട്ട് ഒരു ഭയങ്കര ഇതായിരുന്നു. ആ MIH കുറിച്ച് പറയുമ്പോഴത്തേനാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പം എന്താ പറയുന്നത്, എനിക്കൊന്ന് ഒരു അരമണിക്കൂർ ആയിട്ടുള്ളൂ അല്ലേ? അരമണിക്കൂറിന് മുന്നേ നമ്മുടെ സ്റ്റാൻലി സാർ എന്ന് പറഞ്ഞത്, അതായത് MIH റിയൽറ്റിന്റെ സ്റ്റാൻലി മാണിയുടെ 50th ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇപ്പം ഇങ്ങോട്ട് എത്തി. ഞങ്ങൾ രണ്ടുപേരും സ്റ്റാൻലി സാറിന്റെ 50th ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ആണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം സ്റ്റാൻലി സാറേ, ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, കണ്ടിന്യൂ. ഈ ഒരു പോഡ്കാസ്റ്റിന്റെ തുടക്കവും, അതായത് ജോബിൻ പ്രിയൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ ഈ പോഡ്കാസ്റ്റിലെ ഫസ്റ്റ് എപ്പിസോഡ്, വി വോണ്ട് ടു താങ്ക് യു മിസ്റ്റർ സ്റ്റാൻലി മണി ഫ്രം MIH റിയൽറ്റി, ആൻഡ് വി റിയലി അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട് ആൻഡ് ഹെൽപ്പ്. ഇത്രയും ഞങ്ങളെ ഇവിടെ ഞങ്ങളുടെ ഒരു ഗുരുകുലമായിരുന്നു. അത് മാത്രമല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഈ എന്താ പറയുന്നത്, നമ്മുടെ ഈ പ്ലാറ്റ്ഫോം, അതായത് മല്ലു റിയൽറ്റർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഈ നമ്മൾ എന്താ പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇതിൻ്റെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷനും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ഇതിൻ്റെ ലോഗോ ഫിക്സ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം കണ്ടപ്പോഴത്തേന് എനിക്കൊരു പ്രത്യേക ഒരു കൗതുകം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ നമ്മുടെ ക്ലയൻസിൻ്റെ അടുത്ത് കുറേ മെസ്സേജുകൾ കൊടുക്കാനുണ്ട് അല്ലേ? അപ്പം അതിനകത്ത് റിയൽ എസ്റ്റേറ്റ് മാത്രമല്ലായിരിക്കും, നാളെ ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ സബ്ജക്റ്റ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കും. ഈ ഒരു, അതായത് ഈ പറയുന്ന ഈ ഒരു ഹോട്ട് സീറ്റിൽ വേറൊരു നാളെ ഒരാൾ വന്നിരുന്നാലും അവർക്ക് പറയാനുള്ള നോളജും അവർക്ക് പറയാനുള്ള അഡ്വൈസസും കാര്യങ്ങളും എല്ലാം ഇറ്റ്സ് വൈഡായിട്ടുള്ള ഒരു ഇതാണ്. സോ ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് ആൻഡ് താങ്ക് യു for calling me on this podcast. ഈ പോഡ്കാസ്റ്റ് കാരണം നമ്മൾ ഒരുപാട് റീസെൻ്റ്ലി നമ്മൾ റിസേർച്ച് ചെയ്യും, നമ്മളൊക്കെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു ഹ്യൂസ്റ്റണിൽ പ്രത്യേകിച്ച് നമ്മുടെ ഒരു US ബേസ്ഡ് ആയിട്ടുള്ള ഒരു മലയാളം റിയൽ എസ്റ്റേറ്റ് ബേസ് ചെയ്തിട്ടുള്ളൊരു പോഡ്കാസ്റ്റ് ഒന്നും തന്നെ ഞാൻ കാണുമായിരിക്കും, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അതായിരുന്നു എനിക്കുള്ള ഒരു പ്രചോദനം, ഇങ്ങനെ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമ്മൾ പല പ്രാവശ്യം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്.
അപ്പം അതായിരുന്നു മെയിൻലി. കാരണം ഒരുപാട് പേർക്ക് നമ്മളെ വിളിച്ച് നമ്മളെ ചിലപ്പം കിട്ടാറില്ലെന്ന് ചിലവർ പറയാറുണ്ട്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൂടുതൽ കേൾക്കാം. ചിലപ്പോൾ അവർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ഇതിലൂടെ പറയാൻ പോകുന്നത്. ഈ JP ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേന് നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 6 വർഷം. നമുക്കത് JP ഗ്രൂപ്പിന്റെ ഫോർമേഷൻ വരുമ്പോഴത്തേനും അതിന് മുമ്പ് നമ്മൾ രണ്ടും കൂടെ MIH അവിടെ തൊട്ട് നമുക്ക് തുടങ്ങാം. റൈറ്റ്? MIH ഞാൻ ഒരു വർഷം 2019 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രോ എന്നെ മെൻറ്റർ ചെയ്യുന്ന ആ ഒരു വർഷം 2019 കഴിഞ്ഞിട്ട് 2020 വന്നപ്പോഴത്തേനും നമ്മൾ ജസ്റ്റ് ഒരു എനിക്കൊന്ന് ലഞ്ചാണോ ഡിന്നറാണോ ലഞ്ചാണോ നമ്മൾ ഷുഗർലൻഡ് ഒരു റെസ്റ്റോറൻറ്റ് ഇരിക്കുമ്പോഴത്തേനുമാണ് യെസ് അവിടെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഐഡിയ ഇടുന്നത്. അപ്പം നമുക്കൊരു ടീമായിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ പോയി സ്റ്റാൻലി സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനും അവിടുന്ന് മാറി, ബ്രോയും മാറി, വി സ്റ്റാർട്ടഡ് ദ JP ഗ്രൂപ്പ്. അല്ല, ആ JP ഗ്രൂപ്പിന്റെ ആ ഒരു പേരിലെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ആ ഒരു മീറ്റിംഗിലാന്ന് തോന്നുന്നു നമ്മൾ ഈ പേര് എങ്ങനെ കൊണ്ടുവരുന്നുള്ള ഒരു ഭയങ്കര ഒരു ഡിലെമയായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ജോബിൻ പ്രിയൻ എന്തായാലും വേണം. അത് മാത്രമല്ല, അതിന് മുന്നേ ഈ ജോബിൻ പ്രിയൻ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അപ്പന്മാരുടെ പേരിട്ടായിരുന്നു. ജോൺസൺ ജേക്കബ്സ് എന്നുള്ള അതൊരു JJ എന്നുള്ള രീതിയിൽ വന്നായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ജോബിൻ പ്രിയൻ വന്നു. JP ഗ്രൂപ്പിന് വരുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു JP ബ്രദേഴ്സ് എന്തോ PJ പ്രിയൻ ജോബിൻ PJ റിയൽറ്റി അല്ലേ. അപ്പം നമ്മൾ വിചാരിച്ചു PJ വേണ്ട അങ്ങനെ JP ബ്രദേഴ്സ് വന്നു. JP ബ്രദേഴ്സ് വന്നു. അപ്പം നമ്മൾ ആലോചിച്ചപ്പോഴത്തേന് ആ സമയത്ത് സെത്ത് ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു റിയൽറ്റി നമ്മുടെ ഇന്ത്യൻ ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പൊ പിന്നെ ബ്രദേഴ്സ് മാറ്റി പിടിക്കാം. അങ്ങനെയാണ് നമ്മൾ JP ഗ്രൂപ്പ്. നമ്മൾ അപ്പോഴാണ് നമ്മൾ അത് ചിന്തിക്കുന്നത്. നമ്മുടെ ഒരു വിഷൻ അത് പറയണമല്ലോ. നമ്മുടെ ഒരു വി ഹാവ് എ ബിഗ് വിഷൻ. നമ്മളപ്പം ജസ്റ്റ് നമ്മൾ രണ്ടിൽ ഒതുങ്ങാതെ വി വാണ്ട് എ ബിഗ് ഗ്രൂപ്പ്. ഇത് ഫ്യൂച്ചറിലേക്ക് ഇതൊരു വലിയ ഗ്രൂപ്പ് ആകണമെന്നുള്ളൊരു അതും കൂടെ നമ്മൾ ചിന്തിച്ചാണ് നമ്മൾ ആ ഒരു JP ഗ്രൂപ്പ്. ദൈവം സഹായിച്ച് നമുക്കിപ്പം 21 റിയൽറ്റേഴ്സ് നമ്മുടെ കൂടെ. ഞാനിപ്പം മെന്റോർ ചെയ്ത പോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ 21 റിയൽറ്റേഴ്സിനെ നമ്മൾ മെന്റോർ ചെയ്യുന്നു. നമ്മുടെ കൂടെയുള്ള റിയൽറ്റേഴ്സ് മറ്റുള്ളവരെ മെന്റർ ചെയ്യുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു സ്റ്റേജ് എത്തിയതിന് ശേഷം ഇത് നമ്മുടെ നോളജും കാര്യങ്ങളും എല്ലാം നമുക്ക് എങ്ങനെ പാർത്തി കൊടുക്കാം. അതായത് ബാക്കിയുള്ള പുതിയ വരുന്ന റിയൽറ്റേഴ്സ്, ഇഷ്ടംമാതിരി റിയൽറ്റേഴ്സ് ഇപ്പം മാർക്കറ്റിൽ വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ മെസ്സേജ് ടു ഓൾ ദ പുതിയ റിയൽറ്റേഴ്സിന് പോലും തന്നെ. ഇപ്പൊ നാളെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരിക, ഞാൻ ഏത് ഗ്രൂപ്പിൽ, ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഞാൻ ഏത് ഗ്രൂപ്പിൽ കയറും, ഏത് റിയൽറ്റി കമ്പനി കയറും. കെല്ലർ വില്യംസ് ഉണ്ട്, റീമാക്സ് ഉണ്ട്, റെൽം ഉണ്ട്, അങ്ങനെ പല പല ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ യു സ്റ്റാർട്ട് വിത്ത് കെല്ലർ വില്യംസ്, റൈറ്റ്? യെസ്, ഞാൻ കെല്ലർ വില്യംസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 14 ദിവസം കഴിഞ്ഞപ്പോഴത്തേനാണ് ഞാൻ നേരെ MIH റിയൽറ്റിയിൽ ഞാൻ കയറിയേക്കുന്നത്. സോ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കെല്ലർ വില്യംസ് എന്ന് പറഞ്ഞാൽ ബൈ ദ ടെക്സ്റ്റ് ബുക്ക്. ബൈ ദ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ അവിടെ റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളെല്ലാം ലൈസൻസ് എടുത്ത് ചെന്നു, ഓഫീസിലിരുന്നു. നമ്മളൊരു ആളുടെ അടുത്ത് ഒരു ചോദ്യം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു റെസ്പോൺസ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ MIH ചെന്നപ്പോഴത്തേന്. ഈവൻ യു ഹാവ് ഫേസ്ഡ് ഇറ്റ് ടു. കാരണം എടാ നീ പോയി ഓപ്പൺ ഹൗസ് ചെയ്യ്, അത് ചെയ്യ്, ടോക്ക് ടു പീപ്പിൾ, ആ നെറ്റ്വർക്ക് ചെയ്യ്, അത് ചെയ്യ്, ഇത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴത്തേന് നമുക്ക് ആ ഒരു ഫയർ അവിടെ നിന്ന് കിട്ടിയതിന് ശേഷമാണ് എൻ്റെ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് എൻ്റെ ആദ്യത്തെ ക്ലയൻറ്റ് പോലും തന്നെ I got them from the street. ഒരു എൽ സാൽവഡോർ ക്ലയന്റ് ആണ്, ഫുൾ ക്യാഷ് ഡീലിന് അവര് ഇപ്പൊ കഴിഞ്ഞ മാസം 9 വർഷത്തിന് ശേഷം അല്ല 9 വർഷത്തിന് ശേഷം അടുത്ത ഡീലും ആ ഒരു സെയിം ക്ലയന്റ് വീണ്ടും വന്നതാണ്. സോ പറഞ്ഞ പോലെ നമ്മുടെ പുതിയ റിയൽറ്റേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് us. കാരണം വി ആർ ഓൾവേസ് ദെയർ ടു ഹെൽപ്പ് യു ആൻഡ് മെന്റോർ യു ആസ് നമ്മുടെ സ്വന്തമായിട്ട് അല്ലേ. അതുപോലെ ഇന്ന് നമ്മൾ ഇറ്റ്സ് എ കാഷ്വൽ ടോക്ക് ടുഡേ. നമ്മൾ റിയൽ എസ്റ്റേറ്റിലേക്ക് ഒരുപാട് നമ്മൾ ഇറങ്ങുന്നില്ല. നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? കാരണം ഞാൻ കഴിഞ്ഞ എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു. കാരണം നമ്മൾ വന്നതിന് ശേഷം നമുക്കത് പ്രൗഡായിട്ട് പറയാൻ പറ്റും. ഓക്കെ, നമ്മൾ വന്നതിന് ശേഷം ഒരുപാട് യങ്സ്റ്റേഴ്സ് നമ്മുടെ ഹ്യൂസ്റ്റണിൽ നിന്ന് റിയൽ എസ്റ്റേറ്റിലേക്ക് വന്നു. കാരണം അവർ തന്നെ പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അവർ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ആ ഒരു ബ്രാൻഡിങ് കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ഒരുപാട് പേര്. കാരണം നമുക്ക് അതിനകത്ത് കുറച്ച് പ്രൗഡാകാം.
കാരണം നമ്മളെ കണ്ട് ഒത്തിരി പേര് മോട്ടിവേറ്റഡ് ആയിട്ട് പോകുന്നു. അതും ഒരുപാട് നല്ല റിയൽറ്റീസ്, നല്ലൊരു ഗ്രൂപ്പ് ഓഫ് റിയൽറ്റേഴ്സ് ഇപ്പം നമുക്കിവിടെ പെർഫോം ചെയ്യുന്ന റിയൽറ്റേഴ്സ്, അത് വേറൊരു വ്യത്യാസം. കാരണം HAR ഐ തിങ്ക് ഇറ്റ്സ് മോർ ദാൻ 38,000 എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ, കുറേ നാളത്തിന് മുമ്പുള്ളതായിരിക്കും. അത്രയും റിയൽറ്റേഴ്സ് ഈ ഹ്യൂസ്റ്റണിലുണ്ട്. ഓക്കെ, മലയാളീസ് എനിക്ക് അത്ര, ഐ തിങ്ക് ഇറ്റ്സ് മോർ ദാൻ 2,000 സംതിങ്, ഐ എം നോട്ട് ഷുവർ. അതിൻ്റെ അകത്തു നിന്ന് പണ്ടത്തെ ഒരു 5 years ബാക്കിനെ വെച്ച് നോക്കുവാണെങ്കിൽ പെർഫോം ചെയ്യുന്ന ഒരുപാട് റിയൽറ്റേഴ്സ് വന്നു. യാ, നമുക്കപ്പോൾ ഇന്ന് കുറച്ച് ആൾക്കാർക്കൂടെ ഒരു പ്രചോദനമാണ്, മോട്ടിവേറ്റ് ആകാൻ. നമുക്ക് നമ്മുടെ ജേർണി തന്നെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേന് ദ ഫസ്റ്റ് സെയിൽ, ബ്രോ ഓർക്കുന്നുണ്ടോ? എന്നെ മെൻറ്റർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ സെക്കൻഡ് ഡേ ഓർ തേർഡ് ഡേ, സുനു വന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ എന്നെ ബ്രോ വിളിച്ചിട്ട് പറയാ രാവിലെ, ഐ തിങ്ക് ഇറ്റ്സ് സുനു എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയാണ്. യെസ്, കാരണം എനിക്കറിയാം ഇതിന്റെ കഥ എങ്ങോട്ടാ പോകുന്നുള്ളത് എനിക്കറിയാം. സോ അപ്പൊ സുനു ആരാന്നുള്ള ഈ ക്യാരക്ടർ വ്യക്തമായിട്ട് പറഞ്ഞാൽ മാത്രമേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് അറൗണ്ട് 6:37 രാവിലെ. അപ്പം ഞാൻ അങ്ങോട്ട് റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയല്ലേ ഉള്ളൂ. ബ്രോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ അടിമപ്പണിയായിരുന്നു കേട്ടോ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എൻ്റെ വണ്ടിയിൽ ഒരു ബോർഡ് ഇരിപ്പുണ്ട്, നീ അത് കൊണ്ടുപോയി, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, റിച്ച്മണ്ട് നമ്മുടെ ഓർച്ചഡിൽ ആ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ അവിടെ കൊണ്ട് എൻ്റെ ഒരു ബോർഡ് വെക്കണമെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ജില്ലെന്നായി. കാരണം ആദ്യത്തെ അസൈൻമെൻ്റ് അല്ലേ. ഞാൻ അവിടെ നേരെ മെത്തഡിസ്റ്റിൻ്റെ പാർക്കിങ്ങിലോട്ട് വന്ന് ബ്രോയുടെ ആ ബോർഡും ഇതുവെല്ലാം എടുത്തുകൊണ്ട് നേരെ ഓർച്ചഡിൽ പോയി കൊണ്ടെല്ലാം കുത്തി വെച്ച്, ദാറ്റ്സ് എ ഫസ്റ്റ് ടൈം റൈറ്റ്. ഞാനൊരു ലോക്ക് ബോക്സ് ഒക്കെ ഇട്ട് അപ്പോൾ വീടൊക്കെ കയറി കണ്ട് കുറേ നേരം ചുറ്റിക്കറങ്ങി നിന്നപ്പോൾ ഒരു കാറുകാരൻ വന്ന് നിർത്തിയിട്ട് ചോദിച്ചു, ഇത് റെൻറ്റ് ചെയ്യാനാണ്. ഞാൻ പക്ഷെ എന്നാ പറയേണ്ടതെന്ന് അറിയത്തില്ല. അന്നേരം ഞാൻ ഓർക്കുന്നുണ്ടോ, എനിക്ക് തോന്നുന്നു അന്ന് ബെല്ല ഉണ്ടാകുന്ന ദിവസം. അതെ, ബെല്ല എന്ന് പറഞ്ഞാൽ പ്രിയന്റെ രണ്ടാമത്തെ മോള്. അപ്പം ഞാൻ എപ്പോഴും പറയും ബെല്ലയാണ് എൻ്റെ ഐശ്വര്യം. അവിടുന്ന് വിളിച്ചപ്പോഴത്തേനും ജസ്റ്റ് ബെല്ല ഉണ്ടായി. അന്നേരം ഞാൻ ബ്രോ അടുത്ത് പറഞ്ഞു, ബ്രോ എന്നാ ചെയ്യേണ്ടത്? എൻ്റെ അടുത്ത് ഇങ്ങനെ നീ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡീൽ. അവിടെ നിന്നാണ് നമ്മൾ ഇല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന. ആൻഡ് മൈ ഫസ്റ്റ് ഇയർ അറിയാമല്ലോ, ഐ ഡിഡ് ഓൾമോസ്റ്റ് 34 ട്രാൻസാക്ഷൻസ് MIH ആദ്യത്തെ വർഷം തന്നെ. കാരണം എനിക്ക് നമ്മളിപ്പം JP ഗ്രൂപ്പില് ഇപ്പൊ ഇത്രയും വർഷം തുടങ്ങിയതിന് ശേഷം നമ്മൾ എത്ര ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? In last 6 years എല്ലാം കൂടെ കൂട്ടിയിട്ട് ലീസും സെയിലും ഇറ്റ്സ് മോർ ദാൻ 1,000 പ്ലസ് ഉണ്ട്. നമ്മുടെ സെയിൽസ് തന്നെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 780 പ്ലസ്. സെയിൽസ് മാത്രം, ലീസ് അല്ല. 780 പ്ലസ് ട്രാൻസാക്ഷൻ. That's a very good figure അല്ലേ? സോ എന്താ പറയുന്നത്, നമ്മുടെ ഈ ജേർണി എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഐ മീൻ വാട്ട് ഐ വുഡ് ഡു ഈസ് എന്താ പറയുക, നമ്മുടെ ഈ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇത് പുതിയ റിയൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് ഇത് ഒരു മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർക്ക് അറിയത്തില്ല. കാരണം ഞാൻ ഇന്നലെ കൂടെ ഒരു റിയൽറ്ററിൻ്റെ അടുത്ത്, പുതിയ ഒരു ന്യൂബി റിയൽറ്ററിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ ഒരു ബ്രോക്കറേജിലാണ്, പക്ഷേ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എങ്ങനെ ലീഡ് ഫോം ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എങ്ങനെയാണ് ഫസ്റ്റ് ക്ലയൻറ്റിനെ കിട്ടണമെന്ന് അറിയത്തില്ല. സോ അവർക്ക് വേണ്ടിയിട്ട് ഈ പുതിയ റിയൽറ്റേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ നമ്മുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്ലോ ആയിട്ടുള്ള ഇരിക്കുന്ന ഒരു മാർക്കറ്റാണ്. കാരണം നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളെല്ലാം കൂടിയിട്ട്. പക്ഷേ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് ലൈസൻസ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ പ്ലാൻ ചെയ്യേണ്ട ഇപ്പോഴത്തെ സിനാരിയോയിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 to 6 months ഓഫ് റിസർവ് ഫണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കാണണം. അത് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ആക്ച്വലി എന്താ പറയുന്നത്, കാരണം റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ടൈം ജോലി എന്ന് നമുക്ക് കണക്കാക്കാം. ഒരു 100% യു ഹാവ് ടു പുട്ട് യുവർ ടൈം ആൻഡ് എഫേർട്സ് ആൻഡ് മണി ഇൻ ടു ദിസ്. അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു 5 to 6 months കൂട്ടിക്കോ. 6 months കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ട്രാൻസാക്ഷൻ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഡു നോട്ട് ബി അപ്സെറ്റ് അബൌട്ട് ഇറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എന്താ പറയുന്നത്, നാളെ എന്തായാലും വരും അല്ലേ? ഐ മീൻ വി പ്രൂവ്ഡ് ഇറ്റ്, യുനോ. സോ അതുകൊണ്ട് നാളെ എന്തായാലും വരും. അതുകൊണ്ട് ആ ഒരു 6 months ഗ്യാപ്പിൽ എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അപ്സെറ്റ് ആവരുത്. ഈ പുതിയ റിയൽറ്റേഴ്സിൻ്റെ അടുത്ത് കൊടുക്കാനുള്ള അഡ്വൈസ്
ജോബിൻ ബ്രോയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പുതിയ റിയൽറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേന് അവർ വിചാരിക്കും നമ്മൾ ഒത്തിരി പഴക്കമായിരുന്നു. ദിസ് ഈസ് മൈ 7th year. അപ്പം ഒത്തിരി പഴക്കമായിട്ടില്ല. പക്ഷെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ബ്രോയ്ക്ക് അറിയാമല്ലോ, വർക്ക് ഹാർഡ്. നമ്മൾ ആദ്യം മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് നല്ല നോളജ് ഉണ്ടായിരിക്കണം. അതെ. പിന്നെ നമ്മൾ ഓപ്പൺ ഹൗസസ് കാര്യങ്ങൾ, എന്ത് കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്താലും എന്ത് സ്ലോ ആണെന്ന് പറഞ്ഞാലും നമ്മൾ വർക്ക് ഹാർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും വിത്ത് ന്യൂ കൺസ്ട്രക്ഷൻ ആണെന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ അത് പ്രൂവ് ചെയ്തേക്കുന്നത്. ഇനി അതുകൂടാതെ പെട്ടെന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പലർക്കും ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ഫാസ്റ്റായിട്ട് പ്രവർത്തിച്ചു ചോദിക്കും. ആദ്യത്തെ ഇത് കാരണം ഞാൻ പറയാം, JP ഗ്രൂപ്പ് വി സ്റ്റിൽ ഗ്രോയിങ്, ദിസ് ഈസ് അവർ 7th year. ഇടയ്ക്ക് ആൾക്കാർ ചോദിച്ചു നിങ്ങളെ ആദ്യം, കാരണം നമ്മൾ രണ്ടുപേരും ബിസി ആയിരുന്നു. വി ഹാവ് അതർ ബിസിനസ്സസ് ലൈക്ക് ജോൺസൺ ആൻഡ് ജേക്കബ്സ്, പിന്നെ ഫ്ലോറക്സ്, അതെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് എല്ലാവരും ഫ്ലോറക്സിനെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം കേട്ടോ, കാരണം അത് ഇതിൻ്റെ പുറകെ നമുക്ക് JP ഗ്രൂപ്പിന്റെ വേറൊരു വിങ് ആണ് ഫ്ലോറക്സ്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് ചിലർ എൻ്റെ അടുത്ത് ചോദിച്ചു, ജോബിൻ ഇപ്പം ചെയ്യുന്നുണ്ട്, പ്രിയനെ കാണുന്നില്ലല്ലോ, പ്രിയൻ എന്തെങ്കിലും വേറെ ചെയ്യുന്നുണ്ടോ? അപ്പം ഞാൻ അറിയാവുന്നിടത്തെല്ലാം പറഞ്ഞു, പ്രിയൻ ജേക്കബ് ഈസ് ഡൂയിങ് സം അതർ ബിസിനസ് ടു. അപ്പം അതിനെക്കുറിച്ച് നമുക്കൊരു ചെറിയ, നിങ്ങൾ രണ്ടുപേരും ഇല്ലേ ഗ്രൂപ്പ് ഉണ്ടോ? അപ്പോൾ തന്നെ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം യു ആർ ഡൂയിങ് സംതിങ് എൽസ് ടു. അപ്പം അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ക്ലാരിഫിക്കേഷനും കൊടുക്കണം. അതിൻ്റെ അകത്ത് എന്തുകൊണ്ട് ബ്രോ അതിനകത്ത് ഇറങ്ങി എന്നുള്ളത് അതൊരു നല്ലൊരു ക്വസ്റ്റ്യനായിട്ട് ഞാൻ ചോദിക്കുക. കാരണം ഒത്തിരി പേർക്കുള്ള ഒരു സൗത്ത് പാർക്കിനെ കുറിച്ച്. സൗത്ത് പാർക്ക് ഫ്യൂണറൽ ഹോം ആൻഡ് സെമിത്തേരി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇവിടെ പേർലാൻഡിലുണ്ട്. എല്ലാവർക്കും അറിയാം, എല്ലാ മലയാളികൾക്കും അറിയാം. ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് അതായത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ JP ഗ്രൂപ്പ്, അതായത് ജോബിൻ പ്രിയൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന എന്താ പറയുന്നത് ഒരു സ്ഥാപനം, അല്ലെങ്കിൽ നമ്മുടെ ഈ റിയൽ എസ്റ്റേറ്റ് ഫേം ഒരിക്കലും ഡൗൺ ആയിട്ടില്ല. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഞങ്ങളുടെ ആ എനർജിയും സ്ട്രെങ്ത്തും ഇപ്പോഴും ഉണ്ട്. നമ്മുടെ റിയൽറ്റേഴ്സ് എല്ലാവരും ഞങ്ങളുടെ കൂടെ ഇപ്പോഴും ഉണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് വന്നു. പക്ഷേ ഈ സൗത്ത് പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഞാൻ കയറാൻ കാരണം മെയിനായിട്ട് എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറിൻ്റെ ഒരു മരണം, അതായത് 1 വർഷം മുന്നെയാണ് ഇത് സംഭവിച്ചേക്കുന്നത്. സോ അതിൽ എനിക്കൊരു ആ മരണത്തിൻ്റെ ആ സമയത്ത് ശരിക്കും ബ്രോ സ്ട്രഗിൾ, കാരണം ഞാൻ കൂടെ ഉണ്ടായിരുന്നു. കാരണം ബ്രോഡ് അതിന് മുമ്പ് 1 വർഷത്തിന് മുമ്പാന്ന് തോന്നുന്നു ഞാൻ ആ സെയിം സിറ്റുവേഷൻ ഇവിടെ പോയത്. അതെ, ഞാൻ നാട്ടിലായിരുന്നുകൊണ്ട് അത് എനിക്ക് ഇച്ചിരി കൂടെ ഈസി ആയിരുന്നു നാട്ടിൽ. അതെ, കാരണം ആൾക്കാർ ഒരുപാടുണ്ട് ചെയ്യാൻ. പക്ഷെ ആ ഒരു ടൈമിലെ സ്ട്രഗിൾ ഞാൻ കണ്ടതാണ്. സോ അതായിരുന്നു ബ്രോയുടെ ഒരു ഇത്, അങ്ങോട്ട് നമുക്ക് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം. കാരണം നമുക്ക് ഒത്തിരി, നമ്മുടെ ക്ലയൻറ്റ് ബേസ് ഈസ് സോ ബിഗ് റൈറ്റ്. അപ്പം അങ്ങനത്തെ നമ്മുടെ കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ക്ലയൻസിൻ്റെ അടുത്ത് ഒരുപാട് പേരുണ്ടല്ലോ. കാരണം ഞാൻ ആ ഒരു പപ്പയുടെ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും എന്താ പറയുന്നത്, എനിക്കൊരു നല്ലൊരു ഒരു സർവീസ് കിട്ടാതെ വരികയും ആ ഒരു എന്താ പറയുന്നത്, ഒരു ഇമോഷണൽ ഒരു ഡിസ്ട്രെസ് നമുക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ ആ ഒരു സമയത്ത്. അല്ല, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയും, ഇപ്പം ഞങ്ങളെല്ലാം ബ്രോയുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇതിനെക്കുറിച്ചൊന്നും നമുക്കറിയത്തില്ല. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ശരിക്കും പറഞ്ഞ ആൾക്കാരുണ്ടെങ്കിലും ട്രസ്റ്റ് വർത്തി ആയിട്ട് നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്ത ഒരാൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇല്ലായിരുന്നു. അതെ, ആ സ്ഥാനത്തേക്കാണ് ഇപ്പം ബ്രോ വന്നേക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഇതെങ്ങനെ ഇതിന്റെ സംഭവം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം നമുക്ക് ഓൾ ഓഫ് എ സഡൻ ഇത് പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോഴത്തേന് എല്ലാവരും ഷോക്കായി പോകുമല്ലോ. അപ്പം ഇതെന്താന്നുള്ളത് എനിക്കൊന്ന് പഠിക്കണമായിരുന്നു. അപ്പം ആ ഒരു ബേസിസിലാണ് ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് ഇതെന്താണ്, എങ്ങനെ ഫാമിലീസിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ അതിലേക്ക് ഇറങ്ങി. പക്ഷെ വേറൊരു കാര്യം ക്ലിയർലി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഫാമിലീസ് ഇപ്പം നാളെ ആണെങ്കിലും ഏത് ഫാമിലീസ് ഒരു ഹെൽപ്പ് വേണമെങ്കിലും അഡ്വൈസ് വേണമെങ്കിലും എൻ്റെ അടുത്ത് വിളിക്കാം. അത് ഞാൻ ഇപ്പം ഇതിലൂടെ പറയുകയാണ് നമ്മളെ കാണുന്നവരുടെ അടുത്ത്. നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ, കാരണം JP എല്ലാവർക്കും അറിയാം, പ്രിയൻ എല്ലായിടത്തും നമ്മുടെ നമ്പർ, നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുന്നതിന് മുമ്പ് യു ക്യാൻ ഗെറ്റ് യുവർ ഫോൺ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യുക. അതിന് 24/7 ഏത് പാതിരാത്രിയിലാണെങ്കിലും
എനിക്കത് പേഴ്സണലി പറയാൻ പറ്റും. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് ബ്രോ. കാരണം മെയിനായിട്ടുള്ള ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര വർഷമായിട്ട് 9-10 വർഷമായിട്ട് നമ്മൾ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു $500,000 അല്ലെങ്കിൽ $600,000 എന്ന് പറയുന്ന ഒരു വീട് എന്ന് പറഞ്ഞാൽ അതുമാത്രം ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് വരുന്നത് ഇല്ലേ? അപ്പോൾ ആ ഒരു ട്രസ്റ്റ് ബേസിസ് ഓൾറെഡി നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സെയിം ഇതാണ്. കാരണം നമ്മൾ പല പ്രാവശ്യമാണ് നമ്മൾ ആ ക്ലയൻറ്റിനെ നമ്മൾ ഡീൽ ചെയ്തൊരു സ്റ്റാർട്ട് ടു ക്ലോസിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. ആ ഒരു സെയിം സിറ്റുവേഷനാണ് എനിക്ക് അതിനകത്തും കൊണ്ടുപോകേണ്ടത്. എന്തെന്ന് വെച്ചാൽ അവർ ഓൾറെഡി സൗത്ത് പാർക്ക് ഇപ്പോൾ ഒരു മരണം സംഭവിച്ച ഒരു ഇമോഷണലി റെക്റ്റ് ആണ് അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, അവരെ എങ്ങനെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. മറിച്ച് വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ സൗത്ത് പാർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഒരു കമ്മ്യൂണിറ്റി സർവീസ് പോലെ എന്നാണ് ഞാൻ അത് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ പ്രൈമറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് JP ഗ്രൂപ്പ്, ജോബിൻ പ്രിയൻ ഗ്രൂപ്പ് റിയൽ എസ്റ്റേറ്റ് ആണ് നമ്മുടെ പ്രൈമറി. അതൊരു കമ്മ്യൂണിറ്റി ഹെൽപ്പ് അല്ലെങ്കിൽ സർവീസ്. that's our business, but at the same time ബ്രോ ഇപ്പോൾ ഈ ചെയ്യുന്ന that's a big service. Absolutely. അധികം പേര് ചെയ്യാൻ ആഗ്രഹിക്കാത്തതായിരിക്കും, പക്ഷെ ബ്രോ അതിൽ കൂടെ കടന്നു പോയത് കൊണ്ട് യു വാണ്ട് ടു ഹെൽപ്പ് അതർ പീപ്പിൾ. സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഒരു സിറ്റുവേഷന് വരുമ്പോഴത്തേനും ഒരു എന്താ പറയുന്നത് ഒരു ഫാമിലിയുടെ ഒരു ക്ലോഷർ കാണുമ്പോഴത്തേനും കിട്ടുന്ന ഒരു മനസ്സിലൊരു സുഖമുണ്ടല്ലോ. ദാറ്റ് ഈസ് സംതിങ് ഐ വിഷ് ഐ കുഡ് ഗെറ്റ് വെൻ മൈ ഫാദർ വാസ് ഇൻ ദാറ്റ് സെയിം സിറ്റുവേഷൻ. അതുകൊണ്ട് മാത്രമാണ് വൺ ഓഫ് ദ റീസൺസ്. അങ്ങനെ ഇനി നമ്മുടെ ഹ്യൂസ്റ്റൺ കമ്മ്യൂണിറ്റിയിൽ ആർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും ഉള്ള കാലത്തോളം. ഞാൻ പറഞ്ഞില്ലേ, ഫ്യൂണറൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് ബി എ ബിസിനസ്. ഞാനിപ്പം അത് എടുത്തു കൊണ്ടുവന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറഞ്ഞ് JP ഗ്രൂപ്പിന്റെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പക്ഷെ ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്തു കേട്ടോ. കാരണം നിങ്ങൾ ഇത്രയും ഇത് നിൽക്കുമ്പം തന്നെ പ്രിയൻ ഈസ് ഡൂയിങ് ദാറ്റ്, ആ ഒരു നല്ല ഒരു ഇതിൽ, കാരണം ദാറ്റ്സ് എ കമ്മ്യൂണിറ്റി സർവീസ്. ആബ്സല്യൂട്ട്ലി. പിന്നെ വേറെ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം അത് ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നു. പിന്നെ ഞങ്ങൾക്ക് വേറൊരു സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഫ്ലോർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ Highway 6-ഉം ലൈഫ് ടൈം ഫിറ്റ്നസിന്റെയും CNA കൂടുന്ന ആ ഒരു ഇതിലാണ് നമ്മുടെ ഫ്ലോറെക്സ് എന്ന് പറയുന്ന റീറ്റെയിൽ സ്റ്റോർ. ഫ്ലോറിങ്ങും എന്താ പറയുന്നത്, നമ്മളിപ്പോ ഫ്ലോറിങ് മാത്രമല്ല റീമോഡലിങ്, എൻറ്റയർ കൺസ്ട്രക്ഷൻ. അത് നമ്മൾ പുറകാല അടുത്ത ഇതിൽ നമ്മളത് പറയും. എൻറ്റയർ കൺസ്ട്രക്ഷൻ. നിങ്ങൾക്കൊരു വീട് എവിടെ US എവിടെ ഇരുന്നിട്ടാണെങ്കിലും നിങ്ങൾക്കൊരു വീട് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ വി വിൽ ഫൈൻഡ് ഔട്ട് എ ലാൻഡ് ഫോർ യു. നിങ്ങൾക്ക് ലാൻഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. നമ്മൾ പ്ലാൻ, നിങ്ങൾക്ക് 4 പ്ലാൻസ് നമ്മൾ അയച്ചു തരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ്, പെർമിറ്റ്സ്, എവറിത്തിങ്. നിങ്ങൾ കീ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത് വന്നാൽ മതി. അതുപോലത്തെ ഒത്തിരി പ്രോജക്ട്സുകൾ വരുന്നുണ്ട്. ഫ്ലോറെക്സ് എന്ന് പറയുന്നത്, ഫ്ലോറെക്സിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഫ്ലോറിങ്, കൺസ്ട്രക്ഷന്, റീമോഡലിങ്, അതുകൂടാതെ ഇപ്പം ഇന്റീരിയർ ഡിസൈനിങ്, പ്ലസ് നമ്മൾ റീസെൻ്റ്ലി അവർ ഓൺ ബ്രാൻഡ് ഈസ് കമ്മിങ്. വാട്ട് ഈസ് ദാറ്റ് കോൾഡ്? സിറ്റി വാട്ടർ. Florex Water Solutions. Florex Water Solutions പറഞ്ഞാൽ വാട്ടർ സോഫ്റ്റ്നേഴ്സും കാര്യങ്ങളും. വാട്ടർ സോഫ്റ്റ്നർ അത് ഞങ്ങൾ ഇത്രയും റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് അബദ്ധം പറ്റുന്നുണ്ട്. ചിലവർ പോയി 10,000 രൂപയുടെ സാധനം വാങ്ങിച്ചിട്ട് 500 രൂപയുടെ സോപ്പും കൂടെ വാങ്ങിച്ചിട്ട് വരും. അടുത്ത 3 വർഷത്തേക്ക് നിങ്ങൾക്ക് സോപ്പ് വേണ്ട. സോപ്പ് നമുക്ക് ചീപ്പായിട്ട് ഇവിടെ വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന ഇപ്പം ദ ഹൈ എൻഡ് ബ്രാൻഡ്സ്, വാട്ട് ഈസ് ദാറ്റ് കോൾഡ് ബ്രോ? ദ പ്യൂരിറ്റൻ, വാട്ട് ഈസ് ദാറ്റ്? ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, ബിഗർ ബ്രാൻഡ്സ് ഒക്കെ 7,000, 8,000 കൊടുക്കുന്ന ആ ഒരു വാട്ടർ സോഫ്റ്റ്നെസ്. അല്ല, ഒന്നും പറയണ്ട. ഈ വീട്ടിന്റെ പുറകിൽ ഗരാജിനകത്ത് വെച്ചേക്കുന്ന $5,000 സാധനം മാത്രം $5,000 അല്ലേ പെലിക്കണ്ട്. പക്ഷെ നമ്മളിപ്പോ പറയുന്നത് under $3,000 റൈറ്റ്, വിത്ത് വാറന്റി, US മെയ്ഡ് പ്രോഡക്റ്റ്. നമ്മൾ ടെക്സസിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന, അതുകൂടെ ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് പറയാം, വാട്ടർ സൊല്യൂഷൻസ്, വാട്ടർ സോഫ്റ്റ്നർ. ഇതൊക്കെ പറയുമ്പോഴത്തേന് നമ്മുടെ ഓഡിയൻസ് ചോദിക്കും, എടാ നിനക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിനകത്തൊന്ന് ഫിക്സ് ചെയ്തൂടെ? ഒന്നെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഫ്യൂണറൽ. ഇത് അവിടെ ഇല്ല, ഇവിടെ ഇല്ല, എല്ലായിടത്തും ഉണ്ട്. കാരണം ഇതെല്ലാം ആൾക്കാർക്ക് ആവശ്യമുള്ളത്. കാരണം റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എന്തിനും നിങ്ങൾക്ക് JP ഗ്രൂപ്പിനെ വിളിക്കാം. അത് വീട് വാങ്ങിക്കാനായിക്കോട്ടെ, ഫ്ലോറിംഗ് ആയിക്കോട്ടെ, കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ആദ്യത്തെ സ്ഥലം തൊട്ട് അവസാനത്തെ സ്ഥലം വരെ
അതും Yeah. ഫസ്റ്റ് ഹൗസ് ടു യുവർ അല്ല, ലാസ്റ്റ് അത് ലാൻഡ്. നമ്മുടെ നാട്ടിലാണ് നമുക്ക് അതിനെ കുറിച്ച് പേടി. ഇവിടെ എന്ന് വെച്ചാൽ ആൾക്കാർ ദേ ആർ പ്രിപ്പയർഡ്. അതെ, കാരണം നമ്മുടെ ഈ ഒരു ലൈഫിൽ എൻഡ് എങ്ങനെ ആയിരിക്കണമെന്ന് അത് ഇവിടുത്തെ ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. കാരണം നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ തന്നെ ബ്രോഡത്ത് വന്ന് എവിടാന്ന് വെച്ചാൽ അത് ഞാൻ എനിക്കറിയാം എന്തേ നാളെ ഞാൻ അവിടെ പോയി കിടക്കുന്നത്. റൈറ്റ്, നമുക്കിപ്പോഴേ അതെല്ലാം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ദാറ്റ്സ് എ ബിഗ് ബ്ലെസ്സിങ്. റൈറ്റ്, കാരണം മറ്റുള്ളവർക്ക് ആർക്കും ഭാരമാകാതെ നമുക്കെല്ലാം നമ്മുടെ ലൈഫ് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോബിൻ പ്രിയൻ ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇനിയും ചെയ്യാനായിട്ട് കുറെ കാര്യങ്ങളുണ്ട് അല്ലേ? നമ്മൾ JP ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയത് തന്നെ വിത്ത് എ ബിഗ് വിഷൻ. നമ്മുടെ ആ ഒരു വിഷൻ ഇറ്റ്സ് ബിഗ്. ഈ 2026 ഒരുപാട് പുതിയ പ്രോജക്ട്സ് എന്നല്ല, വലിയ വലിയ സംഭവങ്ങളായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അത് എല്ലാം അടുത്ത എപ്പിസോഡിലോട്ട് വരാം. നിങ്ങൾക്കും ഇനി കൂടുതലായി കഴിഞ്ഞാൽ ബോറടിക്കും. സോ നെക്സ്റ്റ് എപ്പിസോഡ്സിൽ നമ്മൾ കൂടുതൽ നമ്മുടെ പുതിയ പ്രോജക്ട്സ് കാര്യങ്ങളുമായിട്ടെല്ലാം ഞങ്ങൾ കടന്നു വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. തുടർന്നും ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഇപ്പം ഞാൻ ഇൻഡിവിജ്വലി ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ പോവുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ജോബിനല്ലേ? ഞാൻ പറഞ്ഞു ജോബിനല്ല, പക്ഷെ ജോബിന്റെ പാർട്ട്ണർ പ്രിയനാണ്. അതേ സെയിം ഇതും അവിടെ ചെന്നിട്ട് പ്രിയനല്ലേ? ഞങ്ങൾ അതിൽ ഒത്തിരി ഹാപ്പിയാണ്. എന്നെ ചിലർ പ്രിയൻ എന്ന് വിളിക്കും, ബ്രോയെ ചിലർ ജോബിൻ വിളിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വി ആർ JP ഗ്രൂപ്പ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ജോബിൻ ആരാണ് പ്രിയൻ ആരാണ്. ഞാൻ പ്രിയൻ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് us. We'll come with new പ്രോജക്ട്സ്, ക്വസ്റ്റ്യൻസ് എല്ലാമായിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബിഗ് പ്ലാറ്റ്ഫോം. അതിനകത്ത് നിങ്ങൾ എല്ലാ പ്രേക്ഷകരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മല്ലു റിയൽറ്റർ, അതായത് ജോബിൻ ബ്രോവിൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അതിൽ എല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ സംസാരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല, പല പല മേഖലയിലുള്ള ഐഡിയാസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ സംസാരിക്കുന്നത്. ഈ ഒരു ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാർ ഇനിയും വരാനുണ്ട്, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അത് ട്യൂണപ്പ് ചെയ്യാൻ മറക്കരുത്, ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ടു ഓൾ ഓഫ് യു people who all supported us for all these ഈ 9 വർഷം അല്ലേ, to all our clients too, നമ്മുടെ എല്ലാ ക്ലയൻസിനും വേണ്ടിയിട്ട് ഒരു പ്രത്യേകം നന്ദി പറയുന്നു. Thank you so much. Yeah, thank you so much. We'll see you on next episode. Next episode. Bye.